ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തേർഡ് ഡേ ആണ് കേട്ടോ, നമ്മുടെ 7 ഡേയ്സ് ചലഞ്ചിൻ്റെ. അങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ അല്ല, 7 മണി എണീറ്റ്. കാരണം കുഞ്ഞിന് സ്കൂളിലൊന്നും പോകണ്ട, അതുകൊണ്ട് വളരെ ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ. എന്നാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ വെച്ച് പിടിക്കുന്ന അടുക്കളയിലോട്ടായിരിക്കും കേട്ടോ. എനിക്ക് രാവിലത്തെ അരിയും രാവിലത്തെ കാപ്പിയും കഴിഞ്ഞ ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് കരുതി അടുക്കളയിലോട്ടേ നേരെ വെച്ച് പിടിക്കാറുള്ളൂ. അങ്ങനെ അരി അടപ്പത്തിട്ട് രാവിലത്തെ കാപ്പിക്ക് ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇത്തിരി റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഏത്തക്കയും മുട്ടയും പുഴുങ്ങാനിട്ട് കേട്ടോ. പിന്നെ ഒരു കാപ്പിയും വെച്ചിട്ട് ഞാനും ദേഷ്യമ്മനോട് നേരെ വെളിയിലോട്ട് പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതുവരെ മനസ്സിൽ വേറെ പ്ലാനുകളൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് കുറേ നേരം ഇങ്ങനെ ചില്ലായിട്ടിരിക്കുക, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ കോവയ്ക്ക നിൽക്കുന്നല്ലോ കുറേ, അതൊക്കെ പറിക്കാമെന്നും കരുതി മുറ്റത്തോട്ട് ഇറങ്ങിയേ. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് കുറേ കുത്തലിളകി തുടങ്ങിയത്. എന്തൊരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. രാവിലെ നല്ല വെയിലൊക്കെ ഉള്ള. അപ്പോഴത്തേക്ക് എനിക്ക് എന്തോ അങ്ങ് വൃത്തിയാക്കാനുള്ള മൂടങ്ങ് വന്ന്. അങ്ങനെ കോവലൊക്കെ വെട്ടി ഒതുക്കാമെന്ന് കരുതി. കാരണം കോവലൊക്കെ ഇങ്ങനെ പടർന്ന് ഒരു മെനക്കെട്ട രീതിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കോവലൊന്ന് കൈ വെച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ഞാൻ മുട്ട കൂട്ടനാക്കിയിട്ടുണ്ട്, മൊത്തത്തിൽ മാറ്റി. പിന്നെ ഒരു ആശ്വാസം, ഇനി മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോൾ അത് പൊട്ടി പൊട്ടി കിളിക്കുമല്ലോ, ഓണമാകുമ്പോൾ നന്നായിട്ട് പന്തലിടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. ഇത് ഒട്ടും ഒരു അഹങ്കാരമില്ലാത്ത കോവല കേട്ടോ. നിറയെ കോവയ്ക്ക പിടിച്ചായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാത്തിനും നിറയെ കോവയ്ക്ക തന്ന ഒരു കോവലായിരുന്നേ. പിന്നെ നേരെ ഞാൻ ചെടിയുടെ അടുത്തോട്ട് നീങ്ങി കേട്ടോ. അവിടെ മൊത്തം പോച്ച കയറി കിടക്കുകയാണ്. എത്ര പറിച്ചാലും പോച്ച പിന്നെയും പിന്നെയും കിളിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ അനങ്ങാറില്ല. നേരത്തെ ഉണ്ടല്ലോ മരുന്നടിക്കുമായിരുന്നു. ഇനിയിപ്പം മരുന്നടിക്കാമെന്ന് കരുതി മരുന്നടിച്ച് തന്നെ ഉണക്കണം. കാരണം ചെത്തി കഴിയുമ്പോൾ ഒരുമാതിരി എല്ലാം കുഴഞ്ഞു കിടക്കും. അതുകൊണ്ട് മരുന്നടിച്ചാൽ മിക്കവാറുള്ള പോച്ചയെല്ലാം കളയുന്നത്. പിന്നെ എന്നാൽ ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാലോ എന്നും കരുതിയിട്ട് റോസയുടെ അടുത്തോട്ട് പോയിട്ടോ. റോസയൊക്കെ ഒത്തിരി അങ്ങ് പടർന്നൊരു കോലം കെട്ട രീതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് കൈ വെച്ചു കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടക്കുട്ടനാക്കും ഞാൻ ഇതിനെങ്ങ്. അങ്ങനെ എല്ലാ റോസയിലും ഒന്ന് കൈ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോഴത്തേക്ക് നല്ല വെയിലായി തുടങ്ങി കേട്ടോ. ഒരു ചുമന്ന റോസയുണ്ട്, ക്രീപ്പർ. അത് നല്ല രസമുണ്ട് അതിൻ്റെ പൂ കാണാൻ. പണ്ട് പൂ എടുത്തേയില്ലായിരുന്നു, ഇപ്പം നന്നായിട്ട് പൂ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം നടന്ന് ഓടി ഒതുക്കിയതിന് ശേഷം നേരെ വീട്ടിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.